ഹായ് കുട്ടികളെ, എന്തൊക്കെയുണ്ട്? എല്ലാവരും ഓണപ്പരീക്ഷയൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്ന് ഓണപ്പരീക്ഷയുടെ റിസൾട്ടൊക്കെ വന്നല്ലേ? ചിലർക്ക് നല്ല മാർക്ക് കിട്ടി കാണും, ചിലർക്ക് അത്ര നല്ല മാർക്ക് കിട്ടി കാണത്തില്ല. സാരമില്ല കേട്ടോ. ഈ പരീക്ഷ എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം വലിയ പരീക്ഷകളെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തരുന്ന ചെറിയ ചെറിയ ട്രെയിനിങ് ആണ് ഇതൊക്കെ. അതൊക്കെ നമ്മൾ കുഴപ്പമില്ല, നമ്മൾ പുഷ്പം പോലെ അടുത്ത എക്സാമിന് നമ്മൾ സെറ്റാക്കും ഇല്ലേ? നമ്മൾ അടിപൊളിയായിട്ട് സെറ്റാക്കും. അപ്പം റൈറ്റ് ബോർഡ് ഇപ്പം നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് എന്തിനാ? നിങ്ങൾക്കൊരു അടിപൊളി സ്റ്റഡി പ്ലാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. SLC-ക്കാർക്കുള്ള സ്റ്റഡി പ്ലാനാണ് നമ്മളിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടോട്ട് പറയുന്നത്. സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളാരും അത് കേട്ടിട്ട് പേടിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് 2 മണിക്കൂർ പഠിക്കുക, അല്ലെങ്കിൽ 3 മണിക്കൂർ പഠിക്കുക, 4 മണിക്കൂർ പഠിക്കുക, അങ്ങനെ ഒന്നും നമ്മൾ പറയുന്നില്ല. നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ സ്വീകരിച്ച് പഠിക്കാൻ പറ്റുന്നത് ആ മെത്തേഡ് മാത്രമേ നിങ്ങൾക്ക് പറയുന്നുള്ളൂ. ഈ പയ്യെ തിന്നാ പനയും തിന്നാന്നല്ലേ പറയുന്നത്. അപ്പം നമുക്ക് വളരെ പതുക്കെ 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 നമ്മുടെ സമയദൈർഘ്യം കൂട്ടി വന്നാൽ മതി. അല്ലാതെ നിങ്ങൾ ഒറ്റ അടിക്ക് 4 മണിക്കൂറും 5 മണിക്കൂറും ഒക്കെ പഠിക്കാൻ പകരം നിങ്ങളൊന്നും പഠിക്കത്തില്ല. നിങ്ങൾ ഇപ്പം രാവിലെ ഒരു 7 മണിക്ക് എണ്ണിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ അതും പോട്ടെ 6 മണിക്ക് എണ്ണിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, 10ാം ക്ലാസ്സിലെ പിള്ളേർ 6 മണിക്കൊക്കെ എഴുന്നേൽക്കണം. മിനിമം 6 മണിക്കെങ്കിലും എണ്ണിക്കണം. 7 മണി 8 മണി ഒരു വർഷത്തേക്ക് അങ്ങനെ കിടക്കണ്ട. അപ്പം ഒരു 6 മണിക്ക് എണ്ണിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മാർക്ക് കുറഞ്ഞിട്ട് നിങ്ങളിത് ഇപ്പം വിചാരിക്കുകയാണ്, ഞാൻ നാളെ തൊട്ട് 4 മണിക്ക് എണീറ്റ് പഠിക്കും, അല്ലെങ്കിൽ ഞാൻ നാളെ തൊട്ട് 3:30 മണിക്ക് എണീറ്റ് പഠിക്കും. നിങ്ങൾ നാളെ എണ്ണിക്കുമായിരിക്കും, മറ്റന്നാൾ എണ്ണിക്കുമായിരിക്കും, പക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എണ്ണിക്കത്തില്ല. കാരണം നമുക്ക് നമ്മുടെ ഒരു ശീലം വളരെ പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റത്തില്ല. പതുക്കെ 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 നമുക്ക് നമ്മുടെ ശീലം നമുക്ക് മാറ്റിയെടുക്കാം. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു 20 മിനിറ്റ് പഠിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് പഠിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊരു 10 മിനിറ്റായിട്ട് കൂട്ടിക്കേ. അതല്ലെങ്കിൽ ഒരു 15 മിനിറ്റായിട്ട് കൂട്ടിയിട്ട് ഒരു 45 മിനിറ്റ്, എല്ലാ ദിവസവും ഒരു 45 മിനിറ്റ് നിങ്ങളൊന്ന് ഒരു സബ്ജക്റ്റ് പഠിക്കാനൊന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും, അത് ചുമ്മാ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആ സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞ് ആ പുസ്തകം കയ്യിലോട്ട് എടുത്തു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ആദ്യം ആ സബ്ജക്റ്റിൻ്റെ പേര് ഒരു 8 പ്രാവശ്യം പറഞ്ഞു നോക്കണം. 8 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും മിനിമം നിങ്ങൾ ആ സബ്ജക്റ്റിൻ്റെ പേരൊന്ന് ഉറക്കെ പറഞ്ഞു നോക്കണം. ഓക്കെ, അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ സബ്ജക്റ്റ് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തെ കാര്യങ്ങൾ നിങ്ങൾ പതുക്കെ എടുത്ത് വായിക്കുമ്പോഴത്തേക്കും എന്താണ്, ആ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വലിയ ഫോൾഡറിലായിട്ട് പോകുന്ന മിനി ഫോൾഡറായിട്ടാണ് ഓരോ സബ്ജക്റ്റിനും ടോപ്പിക്ക് വരുന്നത്. ഇപ്പം നിങ്ങളെ കൊണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒറ്റയടിക്ക് ഓർത്തെടുത്തിട്ട് എഴുതാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന സബ്ജക്ട്സ് ഒരു വലിയ ഫോൾഡറായിട്ട് കൺസിഡർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കുകളെ സബ് ഫോൾഡേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടോപ്പിക്ക് കാണുമ്പോഴത്തേക്ക് ഓർമ്മ വരും, ഇത് ഇന്ന സബ്ജക്റ്റിലെയാണ്, ഇന്ന ചാപ്റ്ററിലെയാണ്, അപ്പോൾ ഇന്ന ചാപ്റ്ററിൽ നിന്നാണ് ഞാൻ എഴുതേണ്ടത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മ വരും. ഇപ്പം ചില കുട്ടികളുണ്ട്, ക്വസ്റ്റ്യൻ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ പൈതഗോറസ് തിയറം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പകരം വേറെ എന്തെങ്കിലും എഴുതി വയ്ക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ച് നിങ്ങൾ ആ ടോപ്പിക്കിൻ്റെ പേരൊരു 8 തവണ ഉച്ചരിച്ച് നിങ്ങളുടെ മനസ്സിൽ തറവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴത്തേക്കും ആ ടോപ്പിക്ക് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് ഒട്ടും പഠിക്കാത്ത കുട്ടികളെ സംബന്ധിച്ചിട്ടാണ് ഞാൻ പറയുന്നത്, അല്ലാതെ നല്ല മിടുക്കന്മാരെ സംബന്ധിച്ചിട്ടല്ല കേട്ടോ പറയുന്നത്. കാരണം നമുക്ക് മിടുക്കന്മാരെ മാത്രം പോരാ, നമുക്ക് ഒട്ടും പഠിക്കാത്ത കുഞ്ഞുങ്ങളെയും വേണം. അവരെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അവരെ കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ നമ്മുടെ വിജയപഥത്തിലോട്ട് കടക്കാൻ, അല്ലേ? അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ടിപ്സാണ് ഞാൻ പറയുന്നത്. ഇപ്പം നിങ്ങളുടെ ഒരു പുസ്തകം എടുക്കുക. ഇപ്പോൾ ഒരു ഹിസ്റ്ററിയുടെ പുസ്തകമാണെന്ന് വെച്ചോ. ഹിസ്റ്ററിയുടെ പുസ്തകം നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റ് നോക്കുക. ഹിസ്റ്ററി പാർട്ട് 1, എന്നിട്ട് ഹിസ്റ്ററി പാർട്ട് 1, ഹിസ്റ്ററി പാർട്ട് 1, ഹിസ്റ്ററി പാർട്ട് 1, അങ്ങനെ ഒരു 8 പ്രാവശ്യം പറഞ്ഞ് ആ സബ്ജക്റ്റ് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ പതുക്കെ ചാപ്റ്ററിലോട്ട് കിടക്കുക. ഓക്കെ, ചാപ്റ്ററിലോട്ട് കടന്നു കഴിഞ്ഞിട്ട് ആ ചാപ്റ്ററിൻ്റെ പേരൊന്ന് വിടുക. എന്നിട്ട് പതുക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, ഒരു 1-2 പ്രാവശ്യം വായിച്ചു കഴിയുമ്പോഴത്തേക്കും അടിപൊളി, നമ്മളിതെല്ലാം പഠിച്ച് നമുക്ക് എല്ലാം മാസ്സായി, നമുക്കെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കും. പക്ഷേ അത് വെറും തെറ്റിദ്ധാരണയാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു സാധനം മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് എപ്പോഴാണ്? 24 മണിക്കൂർ കഴിഞ്ഞ് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായെന്ന് മനസ്സിലാകുന്നത്. അല്ലാതെ നിങ്ങൾക്കത് നിങ്ങളുടെ മെമ്മറിയിൽ ഇതാവത്തില്ല.
രജിസ്റ്റർ ആവത്തില്ല. നിങ്ങൾക്കത് വെറുതെ തോന്നുന്നു. നിങ്ങൾ ഒരു വട്ടം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൊള്ളാമല്ലോ, എനിക്കെല്ലാം മനസ്സിലായല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ എന്നായിരിക്കും. പിന്നെ 2 വട്ടം നിങ്ങൾ വായിക്കും, 3 വട്ടം വായിക്കും, 4 വട്ടമൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പതുക്കെ തോന്നും ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും അത് വായിക്കുമ്പോഴത്തേക്കുമാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് എന്താണ് സംഭവം എന്നുള്ളത് പിടികിട്ടുന്നത്. അതാണ് നിങ്ങളുടെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. 1 or 2 വായന കൊണ്ട് നിങ്ങൾ നിർത്താൻ പാടില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 2 മണിക്കൂർ 3 മണിക്കൂർ ഒന്നും ആദ്യമേ പഠിക്കാൻ ഇരിക്കരുത്. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഇരിക്കരുത്. ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിൽ ഒന്നും കയറത്തുമില്ല. നിങ്ങൾക്ക് പഠനം എന്ന് പറയുന്നത് ഭയങ്കര വിരക്തിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു 45 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് ഒരു 45 മിനിറ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു 10-15 മിനിറ്റ് നിങ്ങൾ വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ഒന്ന് നടക്കാനോ ഒന്ന് സ്ട്രെച്ച് ചെയ്യാനോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ പതുക്കെ വീണ്ടും നിങ്ങളുടെ പുസ്തകം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങളുടെ മെമ്മറി റിഫ്രഷ് ആകും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം ഫോളോ ചെയ്യണം. പിന്നെ ഈ പറയുന്ന 15 മിനിറ്റിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ദൈവത്തെ ഓർത്ത് മൊബൈൽ എടുക്കരുത്. മൊബൈലും യൂട്യൂബോ ടിക്ടോക്കോ ഒന്നും എടുക്കാൻ പാടില്ല, റീലൊന്നും നോക്കാൻ പാടില്ല. പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നത് മാത്രം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബൊക്കെ നോക്കിയോ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പഠിക്കുന്ന ആ ഒരു ഷെഡ്യൂള് നിങ്ങൾ കറക്റ്റായിട്ട് മൊബൈൽ ഇല്ലാതെ തന്നെ നിങ്ങൾ ഫിനിഷ് ചെയ്യണം. മൊബൈൽ പിന്നെ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളിപ്പോൾ ഒരു 1.5 മണിക്കൂറാണ് നിങ്ങൾ പഠിക്കാൻ മാറ്റി വെക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൊബൈൽ ഉപയോഗിക്കില്ലേ എന്ന് പറയുന്നത്. ആ ബ്രേക്കിൻ്റെ സമയത്ത്. കാരണം നമ്മൾ ബ്രേക്കിൻ്റെ സമയത്ത് മൊബൈൽ എടുത്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മൾ അറിയാതെ നമ്മുടെ ബ്രേക്കിൻ്റെ സമയം അങ്ങ് കൂടിപ്പോവും. പിന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ മാറിപ്പോവും. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ അതപ്പോൾ യൂസ് ചെയ്യില്ലെന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേറെ ടെക്നിക്കുണ്ട്, ഇമാജിനേഷൻ ടെക്നിക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പാടുള്ളൊരു വിഷയം ഹിസ്റ്ററി ആണെന്ന് വിചാരിച്ചോ. ഈ ഹിസ്റ്ററി നിങ്ങൾക്ക് ഭയങ്കര പാടാണ്, നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, ഓരോ ഭരണ പരിഷ്കാരങ്ങളൊന്നും നിങ്ങൾക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല എന്ന് വെച്ചോ. അപ്പോൾ അത് പഠിക്കാൻ ഒരു അടിപൊളി മാർഗമുണ്ട്. എന്തുവാന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ടിപ്പു സുൽത്താൻ്റെ ഭരണ പരിഷ്കാരമാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ്റെ പിന്നെ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ചിട്ടാണ് പഠിക്കുന്നതെന്ന് വെച്ചോളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നിങ്ങൾ സ്വയം ടിപ്പു സുൽത്താനായിട്ടങ്ങ് ഇമാജിൻ ചെയ്യാം. നിങ്ങൾ ടിപ്പു സുൽത്താൻ്റെ ഈ ഉടുപ്പൊക്കെ ഇട്ട് തലപ്പാകമൊക്കെ വെച്ച്, തലപ്പാകമല്ല കിരീടമൊക്കെ വെച്ച് വാളൊക്കെ പിടിച്ച് നിങ്ങൾ ഇരിക്കുന്നതായിട്ട് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കാം. അപ്പം അത് നിങ്ങൾക്ക് നല്ല രസമല്ലേ, നിങ്ങളെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന മാതിരി ടിപ്പു സുൽത്താൻ്റെ വാളും തലപ്പാകവും ഒക്കെ വെച്ചിട്ടിരിക്കുന്ന സങ്കല്പിക്കാൻ. അപ്പോൾ അതല്ല, നിങ്ങൾക്ക് നിങ്ങളെ സങ്കല്പിക്കാൻ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ വേണ്ട. നിങ്ങളിപ്പം നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റാർ ദുൽഖർ സൽമാൻ ആണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഭാസ് ആണെങ്കിൽ, അതുമല്ല വിജയ് ആണെങ്കിൽ, ഏതെങ്കിലും സ്റ്റാർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റാറിനെ നിങ്ങളങ്ങ് ടിപ്പു സുൽത്താനായിട്ടങ്ങ് വിചാരിച്ച് പുള്ളിക്കാരൻ ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഇപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്തോട്ട് ഒരു ഭടൻ ഓടി വരും. ആ ഭടനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാറായിട്ടങ്ങ് വിചാരിച്ചോണം. ഇപ്പം തമിഴിലൊക്കെ ആണെങ്കിൽ വടിവേലു, അങ്ങനെ ആരെങ്കിലുമായിട്ടങ്ങ് വിചാരിക്കാം. ഓടി വന്നിട്ട് പറയുന്നു, നമ്മുടെ നാട് ബ്രിട്ടീഷുകാർ കോൺകർ ചെയ്യാൻ പോകുന്നു, കീഴടക്കാൻ പോകുന്നു, എന്ത് ചെയ്യണം അറിയത്തില്ല എന്ന്. അപ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ടിപ്പു സുൽത്താൻ, നിങ്ങളുടെ ഹീറോ, ചാടി എണീറ്റിട്ട് എന്താ പറയുക, ആരവിടെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പട നയിക്കണം, എല്ലാം സെറ്റാക്കുന്ന പറയും അല്ലേ. അപ്പോൾ എന്നിട്ട് പതുക്കെ ടിപ്പു സുൽത്താൻ്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹീറോ ആയിട്ടുള്ള ടിപ്പു സുൽത്താൻ്റെ നേതൃത്വത്തിൽ പടയാളികൾ വലിയൊരു ഗ്രൗണ്ടിലോട്ട് ചെല്ലുന്നു. ഓപ്പോസിറ്റായിട്ട് നിങ്ങൾ മരക്കാട് സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, കായംകുളം കൊച്ചുണ്ണി മരക്കാടൊക്കെ കണ്ടിട്ടുള്ളവരായിരിക്കുമല്ലോ. അപ്പോൾ ഒരു ബാറ്റിൽ ഗ്രൗണ്ട് ഉണ്ടാകും. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത് നല്ല വെളുത്ത് ചുമന്ന യൂണിഫോം ഒക്കെ ഇട്ടിട്ടുള്ള ബ്രിട്ടീഷുകാർ. അപ്പോൾ അവർക്കെതിരായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റാർ അറ്റാക്ക് ചെയ്തു. ആദ്യത്തെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ പറ്റിയില്ല. ടിപ്പു സുൽത്താൻ വിജയിക്കുന്നു. എന്നിട്ട് തിരിച്ച് നാട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ടിപ്പു സുൽത്താനെ വളരെ ഭയങ്കര സ്വീകരണം, ഭയങ്കര വാം വെൽക്കമിങ് ഒക്കെ കൊടുത്ത് സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ യുദ്ധമൊക്കെ ആയപ്പോഴത്തേക്ക് പതുക്കെ ബ്രിട്ടീഷുകാർ വിജയിച്ച് കയറി. അവസാനമായി കഴിയുമ്പോഴത്തേക്കും ടിപ്പു സുൽത്താനെ അവർ കൊന്നു കളഞ്ഞു. അപ്പോൾ കൊന്നു കളയുമ്പോഴത്തേക്ക് ഒരു സാഡ് മ്യൂസിക്കൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ വിചാരിക്കാം. അപ്പം അവസാനം ടിപ്പു സുൽത്താൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക്കൊക്കെ ചേർത്ത് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പിടികിട്ടും.
അത് നിങ്ങളത് ആ രീതിയിൽ പഠിക്കാം. ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ പതുക്കെ പുസ്തകം എടുത്തൊന്ന് നോക്കണം. പുസ്തകം എടുത്തൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എൻ്റെ പൊന്നു മക്കളെ അടിപൊളിയായിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഈ രീതിയിൽ അങ്ങോട്ട് ഹിസ്റ്ററിയൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്, സെറ്റായിരിക്കും, പക്ക ടീച്ചർ ഗ്യാരണ്ടി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം സയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാം, ഒരു കുഴപ്പമില്ല. ഇപ്പം പിന്നെ ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണിട്ടാണല്ലോ ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പം ഐസക് ന്യൂട്ടൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു സായിപ്പ് ലുക്ക് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല, വേണ്ട, നിങ്ങൾ വിട്ടേരെ. ഐസക് ന്യൂട്ടനെ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്റ്റാറിനെ വിചാരിച്ചാൽ മതി. പുള്ളിക്കാരൻ ഒരു മരത്തിൻ്റെ താഴെ ഇരിക്കുന്നു, അപ്പോഴത്തേക്കും ആപ്പിൾ പെട്ടോന്ന് കണ്ട് താഴെ വീഴുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആപ്പിൾ താഴെ വീണ എന്താണ് എന്നിട്ട് പുള്ളി ഇങ്ങനെ ചിന്തിക്കുന്നു. എന്നിട്ട് പതുക്കെ പുള്ളി ഗ്രാവിറ്റിനെ കുറിച്ചിട്ടുള്ള ഗവേഷണങ്ങൾ നടത്തുന്നു, എന്നിട്ട് ഓരോ ഗ്രാവിറ്റി ലോസ് കണ്ടുപിടിക്കുന്നു. അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ ഒന്ന് ഇമാജിനേഷൻ ചെയ്ത് പഠിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ എല്ലാം പക്കയായിരിക്കും. നിങ്ങൾക്ക് അതിനധികം സമയമൊന്നും വേണ്ട. നിങ്ങൾ ഈ സ്പെൻഡ് ചെയ്യുന്നൊരു 45 മിനിറ്റ് കൊണ്ട് നിങ്ങൾ പുഷ്പം പോലെ നിങ്ങൾ ഓരോന്നും പഠിച്ചെടുക്കും. ഓക്കെ, അതാണ് നിങ്ങൾക്കുള്ള വേറെ ടെക്നിക്ക് എന്ന് പറയുന്നത്. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മടി പിടിക്കാൻ പാടില്ല. ഇന്ന് പഠിക്കാനുള്ളത് നാളെ പഠിക്കാം, മറ്റന്നാൾ പഠിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ പെൻഡിങ് ഇടരുത്. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയും. അത് നല്ലതല്ല. കാരണം നിങ്ങൾ ഇങ്ങനെ അത് കുമ്പാരം കൂട്ടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എന്താകും, അത് ഇങ്ങനെ അങ്ങ് വലിയൊരു മല പോലെ ആകും. പിന്നെ അവസാനം പരീക്ഷയുടെ തലേദിവസം നിങ്ങൾ പഠിക്കാതിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ടെൻഷനായി, പേടിയായി, അവസാനം നിങ്ങൾക്ക് ഒന്നും തലയിൽ കയറില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രൊക്രാസ്റ്റിനേഷൻ അങ്ങ് ഒഴിവാക്കുക. എന്നിട്ട് നിങ്ങൾ പഠിക്കാൻ അങ്ങോട്ട് ഇരിക്കുക. എല്ലാം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ റൈറ്റ് ബോർഡിൽ കൂടെ 10ാം ക്ലാസ്സുകാർക്ക് സ്പെഷ്യലായിട്ടൊരു ഫാസ്റ്റ് ട്രാക്ക് കോഴ്സ് നടത്തുന്നുണ്ട്. ഈ ഒക്ടോബർ 1-ാം തീയതി തൊട്ട് അത് തുടങ്ങുകയാണ്. ഗ്രൂപ്പ് ക്ലാസ് ആണത്. അതിൽ കുറച്ച് കുട്ടികളൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ബാച്ചായിട്ട് തിരിച്ചിരിക്കുന്നത്. അതിനാകെ 3000 രൂപ ഫീസ് വരുന്നുള്ളൂ. ഈ ഒരു 3 മാസം പഠിക്കുന്നതിന് നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ വരത്തുള്ളൂ. അത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം സെറ്റാക്കി നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ മോക്ക് ടെസ്റ്റ് ഉണ്ടാകും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് ഉണ്ടാകും. നിങ്ങൾക്ക് ഇപ്പോൾ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാകും. അങ്ങനെ എല്ലാം നിങ്ങൾക്ക് സെറ്റാക്കി തന്ന് നിങ്ങളെ നല്ല അടിപൊളിയാക്കും. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയില്ല, ഒരു പേടിയും വേണ്ട. നമ്മൾ ക്വസ്റ്റ്യൻ പ്രഡിക്ഷനോ കാര്യങ്ങളിലോട്ടൊന്നും അങ്ങനെ പോയിന്ന് വരത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഒരു പ്രഡിക്ഷനും ഇല്ലാതെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും. അത്ര നിങ്ങളെ സെറ്റാക്കിയിട്ടേ നമ്മൾ വിടത്തുള്ളൂ. അപ്പോൾ ഒക്ടോബർ 1-ന് നമ്മുടെ ക്ലാസ് തുടങ്ങുകയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു വ്യക്തമായിട്ടൊരു പ്ലാൻ വയ്ക്കാം. ഞാൻ ഇന്ന സമയം കൊണ്ട് തീർക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് കോഴ്സിന് ചേരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് പ്ലാനൊന്നും വെക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി നല്ല അടിപൊളി പ്ലാൻ നിങ്ങൾക്ക് സെറ്റാക്കി അങ്ങോട്ട് കയ്യിൽ തരും. നിങ്ങൾ അതങ്ങ് ഫോളോ ചെയ്താൽ മതി. ക്ലാസ്സിൽ നല്ല റെഗുലറായിട്ട് അങ്ങ് കയറുക. അത്ര കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് പക്കയായിട്ട് നിങ്ങളുടെ സിലബസ് മൊത്തം നമ്മൾ ജനുവരി കൊണ്ട് തീർത്ത് വരും. പിന്നെ അതിൻ്റെ ഫുൾ റിവിഷൻ ആയിരിക്കും. ഫുൾ റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ റിവിഷൻ ടെസ്റ്റുകളുടെ ബഹളമായിരിക്കും. എത്ര നിങ്ങളെ കൊണ്ട് ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കാവോ അത്രയും ടെസ്റ്റുകൾ ചെയ്യിപ്പിച്ചായിരിക്കും നിങ്ങളെ ആ ഒരു അടുത്ത മാർച്ച് വരെയുള്ള മാസങ്ങളിൽ നിങ്ങളെ സെറ്റാക്കുന്നത്. അപ്പോൾ ഈ രീതിയിലൊക്കെ അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഓണപരീക്ഷയുടെയും ഒക്കെ ഒരു ക്ഷീണം അങ്ങ് മാറിക്കിട്ടും. ഇന്ന് ഞങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ആകെ 2 മാസം കൂടെ ഉള്ളൂ. ഓർക്കണം, ഇപ്പം ഓൾറെഡി സെപ്റ്റംബർ തീർന്നു. ഇനി ഒക്ടോബർ നവംബർ 2 മാസം കൂടെ ഉള്ളൂ അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ പ്രധാന പരീക്ഷ വരുന്നു, മാർച്ച് വരുന്നു. അപ്പം ക്രിസ്മസ് പരീക്ഷ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചാൽ മതിയല്ലോ എന്ന് വെച്ചാൽ അത് സമയമൊന്നുമില്ല, തീരാറായി. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് കൂട്ടണ്ട, ആകെ 5 മാസം നിങ്ങളുടെ കയ്യിലുള്ളൂ. നിങ്ങൾക്ക് നല്ല ജോലിയൊക്കെ കിട്ടണ്ടേ, നിങ്ങൾക്ക് ഡോക്ടറും എൻജിനീയറും IAS ഓഫീസറും ഒക്കെ ആകണ്ടേ, നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഡ്രീംസ് ഉള്ളവരായിരിക്കുമല്ലോ. അപ്പം നിങ്ങൾ 10ാം ക്ലാസ്സിൽ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ട്രീമിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ജോലിയിൽ കയറാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ അംബീഷനൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സാരമില്ല, നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു അംബീഷനൊക്കെ ഉണ്ടാക്കി തന്നോളും. അപ്പോൾ എങ്ങനെയാണ് മക്കളെ, സെറ്റല്ലേ?
നമ്മൾ നമ്മുടെ വാട്സപ്പിൻ്റെ ലിങ്ക് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഇന്ന് തന്നെ പറയുമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ അടിപൊളി ടൈം ടേബിളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് സെറ്റാക്കി അങ്ങോട്ട് തരുന്നുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് നമ്മുടെ റൈറ്റ് ബോർഡിൻ്റെ ക്ലാസ്സിലൂടെ ജോയിൻ ചെയ്തു കണ്ണും പൂട്ടി നിങ്ങൾ ചേർന്നോളൂ. നിങ്ങൾക്ക് ഫുൾ A+ എന്നുള്ള നമ്മൾ ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? റൈറ്റ് ബോർഡിൻ്റെ ക്ലാസ്സിൽ എല്ലാവരും ചേരുമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവർക്കും വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഓണപ്പരീക്ഷ അങ്ങ് മറന്നേക്കാം. ദിവസവും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒക്ടോബർ 1 തൊട്ടെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് അങ്ങ് പഠിച്ചു തുടങ്ങാം അല്ലേ? അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി വീട്ടിൽ കാണാം. ബൈ.